യാത്രാ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉംറ വിസ പ്രതിസന്ധി തുടരുകയാണെന്ന വേദനിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം, ഉംറ വിസ എന്ന് പറയുന്നത് സൗദിയിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ സഞ്ചാരികൾക്ക് സൗദിയിലെത്താൻ സഹായിക്കുന്ന ഒരു വിസയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനമായ ഉംറയ്ക്കെത്തുന്ന ആളുകൾ ഉംറ വിസയിൽ എളുപ്പത്തിൽ അവിടെ എത്താനും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ രീതിയിൽ തിരിച്ചെത്താനും ഒക്കെയുള്ള രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള ഒരു വിസയായിരുന്നു ഉംറ വിസ എന്ന് പറയുന്നത്. എന്നാൽ ഹജ്ജ് പ്രമാണിച്ച് നിർത്തലാക്കിയ ഉംറ വിസ ജൂൺ 10 മുതൽ പുനരാരംഭിച്ചുവെന്ന് സൗദി ഭരണകൂടം അറിയിച്ചുവെങ്കിലും വ്യത്യസ്തമായ കോംപ്ലിക്കേഷനുകൾ, പ്രശ്നങ്ങൾ, നിയമപ്രതിസന്ധികൾ അതിലുണ്ടായിരുന്നു. ഇതുവരെ സൗദി ഉംറ വിസ പ്രോപ്പറായി പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മുന്നേ നിർത്തലാക്കുന്നതിന് മുന്നേ കൃത്യമായി അപേക്ഷിച്ച് 3 ദിവസം കൊണ്ട് ഉംറ വിസ ഇഷ്യൂ ആയി കയ്യിൽ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അപേക്ഷിച്ച ആളുകൾക്ക് കൂടുതൽ ആളുകൾക്കും ഉംറ വിസ ലഭിക്കാത്ത പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാട്ടുന്നത് ഇത്തവണ ഉംറ വിസക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഹോട്ടൽ ബുക്കിംഗ് ആവശ്യമാണ് എന്നുള്ള ഒരു നിയമം സൗദി ഭരണകൂടം വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഉംറ വിസക്ക് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ വൗച്ചർ കൂടെ വിസക്ക് അപേക്ഷിക്കുന്ന സമയത്ത് നൽകേണ്ടതുണ്ട്. എന്നാൽ അതിലുണ്ടാകുന്ന വ്യാപകമായ പ്രശ്നങ്ങളാണ് ഉംറ വിസ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് ഇപ്പോൾ ട്രാവൽസ് അധികൃതരുടെ ഭാഗത്തുനിന്ന്, ഈ മേഖലയിലെ വിദഗ്ധരുടെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിയുന്നത്. സൗദി ഭരണകൂടം കൃത്യമായി വിദേശകാര്യ മന്ത്രാലയം അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അവർ അറിയിച്ചിട്ടുള്ള ഹോട്ടൽ പ്രോപ്പർട്ടികൾ തന്നെ, അവർ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഹോട്ടൽ പ്രോപ്പർട്ടികൾ തന്നെ ബുക്കിംഗ് എടുക്കണമെന്ന് കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതല്ലാതെ കള്ള രജിസ്ട്രേഷനും അതേപോലെ തന്നെ കൃത്യമായി വൗച്ചറുകൾ ക്രിയേറ്റ് ചെയ്തുള്ള പരിപാടികളും ഹോട്ടൽ ബുക്കിംഗ് ഡമ്മി അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി സൗദി ഭരണകൂടം ചെക്ക് ചെയ്ത ശേഷം മാത്രമാണ് ഇത് നൽകുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് പല ഏജൻസികളും ബ്ലാക്ക് ലിസ്റ്റിലായി എന്നുള്ള വാർത്ത പോലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായ ഹോട്ടൽ ബുക്കിംഗ് പ്രതിസന്ധിയാണ് ഈ വിഷയത്തിൽ പല ആളുകളുടെയും വിസ ഇഷ്യൂവിനെ ബാധിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സൗദി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹോട്ടലുകളിൽ നിന്ന് മാത്രമുള്ള ബുക്കിംഗ്, കൃത്യമായ ഡമ്മി പാടില്ല. ഒറിജിനൽ ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഹോട്ടലുകളിൽ തന്നെ ചെക്ക് ചെയ്യുന്ന ഒരു സംവിധാനം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കൃത്യമായ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള, അല്ലെങ്കിൽ വിസ ഇഷ്യൂ ചെയ്യുകയുള്ളൂ എന്നുള്ള കൃത്യമായ സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്.